ബി ജെ പി വളർന്നേ എന്നൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നവർ ചില യാഥാർത്ഥ്യങ്ങൾ അറിയുക. ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. 2020 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ വോട്ടിംഗ് ശതമാനം മാത്രം പരിശോധിച്ചാൽ മതി, BJP എന്നത് ഉണ്ടംപൊരിയായി മാറിയിട്ടുണ്ട്. ഒരു കോർപ്പറേഷൻ കിട്ടി, കോൺഗ്രസ്സുകാരെ ചാക്കിലിറക്കി കോൺഗ്രസ്സുകാർക്ക് നിയമസഭായം കൊടുക്കാമെന്നുള്ള നിലയ്ക്ക് തലസ്ഥാനത്തെ ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് വസ്തുതയാണ്. എങ്ങനെ? ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ഒരു കോർപ്പറേഷനെ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിടിച്ചു, സമ്മതിച്ചു. പക്ഷെ എന്ന് കരുതിക്കൊണ്ട് ഇവർക്ക് 2020 അപേക്ഷിച്ച്, കാര്യം ഒരു കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPയുടെ നേട്ടം അസൂയാവഹമായിരിക്കണം. ആണോ? ഒരു കോർപ്പറേഷൻ പിടിച്ചു, വസ്തുത തന്നെ. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സാന്നിധ്യവും ഉണ്ടാക്കി, അതും വസ്തുത തന്നെ. പക്ഷേ എത്ര ജില്ലാ പഞ്ചായത്തുകളിലുണ്ട്? ജില്ലാ പഞ്ചായത്തുകളിൽ ഇല്ല, വട്ടപൂജ്യമാണ്. അതും നിൽക്കട്ടെ. കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ എത്ര മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടി? പന്തളം കയ്യിൽ നിന്ന് പോയി, ഇടതുപക്ഷം പിടിച്ചെടുത്തു. അറിയാലോ, ശബരിമല ഇരിക്കുന്ന അതേ പന്തളം രാജകൊട്ടാരം ഇരിക്കുന്ന അതേ പ്രദേശം ഇടതുപക്ഷം വിജയിച്ചു. അവിടെ നിന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആരൗട്ടായി? സംഘപരിവാർ ഔട്ടായി. അവർ തിരിച്ചു വന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതിനവർ എല്ലാ കാലത്തും കോൺഗ്രസിനോട് കടപ്പെട്ടവരായിരിക്കും, അവരുടെ കൺകണ്ട ദൈവമായിരിക്കും. കോൺഗ്രസ്സുകാർക്ക് ഇതോടുകൂടി ഒരു റീത്തെടുത്ത് ആദരാഞ്ജലി വെച്ചിട്ട് അവരെ ചവിട്ടി മാറ്റിയിട്ട് തലസ്ഥാനത്ത് കോൺഗ്രസിന് മുന്നിലേക്ക് BJP വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു വിജയം സമ്മാനിച്ചതിലൂടെ കോൺഗ്രസ്സുകാർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഒരു കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 2024 ഇപ്പോൾ തൊട്ട് മുന്നേ ആണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് BJPക്ക് എന്തോ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വോട്ടിംഗ് കണക്കൊന്ന് നോക്കാം. അതായത് ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവർ 4 മണ്ഡലങ്ങളുടെ കാര്യമാണ് എടുത്തു പറയുന്നത്. അതായത് കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവും, ഒപ്പം തന്നെ കോവളം കൂടിയുണ്ട്. തിരുവനന്തപുരം നഗരസഭ എന്ന് പറഞ്ഞാൽ ഈ 5 വാർഡുകളാണ്. അതിൽ കോവളത്തിന്റെ കുറച്ചേ ഉള്ളൂ. ഈ വാർഡുകളിലെല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വമ്പൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കി. ആ കുതിച്ചുചാട്ടം എന്തിലും കാണണം, അതേപടി ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണണ്ടേ? അവിടെയാണല്ലോ ഈ കുതിച്ചുചാട്ടം നമ്മൾ അംഗീകരിക്കേണ്ടത്. അതിൽ നിങ്ങൾക്കൊരു കണക്ക് പറഞ്ഞുതരാം. അതായത് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ 28 വാർഡുണ്ട്. ആ മണ്ഡലത്തിൽ BJPക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ? 50,444. മൊത്തത്തിൽ 50,444 വോട്ട്